ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ കാമുകിയുമായി ഡേറ്റിംഗ് നടത്തുന്ന ഒരു യുവാവിനെയാണ് കാണിക്കുന്നത്. ഇരുവർക്കും അരോചകമുണ്ടാക്കുന്ന രീതിയിൽ അവിടെ ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുവരും മദ്യപിക്കുന്ന സമയത്ത് ആ ഒരു തൊഴിലാളി അവരോട് അത് ചോദിക്കുകയാണ്. കോപാകുലനായ ആ ഒരു യുവാവ് തൊഴിലാളിയോട് ജോലി ചെയ്യാനായി ആവശ്യപ്പെട്ടു. ദേഷ്യത്തോടെ ആ ഒരു തൊഴിലാളി യുവാവിൻ്റെ വായിൽ കോടാലി കൊണ്ട് വെട്ടുകയും അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം തൊഴിലാളി ആ യുവാവിൻ്റെ കാമുകിയുടെ കാലിൽ വെട്ടുകയും കോടാലി ഉപയോഗിച്ച് അവളെയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സത്യത്തിൽ അതൊരു സിനിമയുടെ വീഡിയോ ക്ലിപ്പായിരുന്നു. ടിം, ഡൈറ്റ്, സെബ് എന്നീ 3 യുവാക്കൾ ഒരു വാഹനത്തിലിരുന്ന് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊപ്പം ആ ഒരു യാത്രയിൽ സാം എന്ന ഒരു യുവതിയുമുണ്ടായിരുന്നു. അവർ 4 പേരും കുറ്റവാളികളാണ്. അവർക്കൊപ്പം ജെഫ് എന്നും കേറ്റ് എന്നും പേരുള്ള 2 കെയർ ടേക്കർമാരുമുണ്ടായിരുന്നു. അവർക്ക് ശിക്ഷയായി കിട്ടിയിരുന്ന സാമൂഹ്യ സേവനം ചെയ്യിപ്പിക്കാനായിരുന്നു ഇരുവരും ആ 4 കുറ്റവാളികളെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. വിജനമായ പ്രദേശത്തുള്ള മോട്ട്വേ എന്ന പട്ടണത്തിലേക്കാണ് അവരുടെ യാത്ര. എന്നാൽ യാത്രയ്ക്കിടെ അവരുടെ നേവിഗേഷൻ സിസ്റ്റം തകരാറിലായി പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് മാപ്പ് നോക്കിയാണ് അവർ യാത്ര ചെയ്തിരുന്നത്. പോകുന്ന വഴിയിൽ ഒരാളെ കുറച്ച് കുട്ടികൾ ചേർന്ന് മൃഗീയമായി ആക്രമിക്കുന്ന കാഴ്ച അവർ കണ്ടിരുന്നു. വ്യക്തമായി കാണാത്തതിനാൽ സംഘം ആ ഒരു സംഭവം അത്ര കാര്യമായി എടുത്തിരുന്നില്ല. താമസിക്കാനുള്ള വീട്ടിലേക്ക് എത്തിയപാടെ ജെഫ് ഏവരുടെയും ഫോണുകൾ വാങ്ങിവെച്ചു. വൃത്തിഹീനമായൊരു വീടായിരുന്നു അവർക്ക് താമസിക്കാനായി കിട്ടിയിരുന്നത്. ഇത് ഏവരെയും അസ്വസ്ഥരാക്കിയിരുന്നു. ആ വീട് വൃത്തിയാക്കുന്നതിനിടെ ചത്തപ്പന്നിയുടെ തല പിടിച്ചു നിൽക്കുന്ന കൊച്ചുകുട്ടികളുടെ ഫോട്ടോ സാം കാണാനിടയായി. അത് അവളെ അസ്വസ്ഥയാക്കി. ഈ സമയത്ത് പുറകിൽ നിന്നും ഡേറ്റ് സാമിനെ പേടിപ്പെടുത്തുകയും അവൾ ഒച്ചയുണ്ടാക്കുകയും ചെയ്തു. ഇത് കണ്ട കേറ്റ് അവനെ വഴക്കു പറഞ്ഞിരുന്നു. രാത്രിയോടെ അവരേവരും അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പബ്ബിലേക്ക് പോയി. കുറ്റവാളികളെ പബ്ബിലേക്ക് കൊണ്ടുപോകുന്നത് ജെഫിന് താല്പര്യമുണ്ടായിരുന്നില്ല. കേറ്റിൻ്റെ നിർബന്ധപ്രകാരമാണ് അവനത് ചെയ്തിരുന്നത്. പബ്ബിലേക്ക് എത്തിയിരുന്നവർ വിചിത്രമായ ഭാവത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വീക്ഷിച്ചിരുന്നത്. ആ പബ്ബിൻ്റെ ഓണറായ ജിം എന്ന വൃദ്ധൻ അവരെ സ്വാഗതം ചെയ്തു. ജിം അവിടെ ഉണ്ടായിരുന്ന വിരൂപരായ മനുഷ്യരെ ഇരിപ്പിടങ്ങളിൽ നിന്നും മാറ്റി. പിന്നീട് ജിം അവർക്ക് ഭക്ഷിക്കാനായി വിചിത്രമായ ഒരു ബിസ്ക്കറ്റ് നൽകി. താല്പര്യമില്ലാഞ്ഞിട്ടും ജിമ്മിൻ്റെ നിർബന്ധത്തിനു വഴങ്ങി ഡേറ്റ് അത് കഴിച്ചു. സംഘം മദ്യം ആവശ്യപ്പെട്ടെങ്കിലും തൻ്റെ പക്കൽ അതില്ലെന്ന് ജിം മറുപടി നൽകി. പിന്നീട് ജിം ഫ്രീ ആയി അവർക്ക് നാരങ്ങ വെള്ളം നൽകി. ഇതിനിടെ അവരെവിടെയാണ് താമസിക്കുന്നതെന്നും എന്തിനാണ് വന്നതെന്നും ജിം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. പിന്നീട് കേറ്റും കൂട്ടരും ഒരുമിച്ചിരുന്ന് ആ നാരങ്ങ വെള്ളം കുടിച്ചു. ഈ ഒരു നേരത്ത് ചാക്കിൽ കെട്ടിയ നിലയിലുള്ള മൃതദേഹവുമായി 2 പേർ പബ്ബിലേക്ക് എത്തുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട ജിം ആ 2 പേരോട് ദേഷ്യപ്പെടുകയും അത് പുറകിൽ വയ്ക്കുവാനായി അവരോട് പറയുകയും ചെയ്തു. ആ ചാക്കിനകത്ത് എന്താണെന്ന് കേറ്റിനും കൂട്ടർക്കും മനസ്സിലായിരുന്നില്ല. പബ്ബിലുണ്ടായിരുന്ന വിരൂപരായ മനുഷ്യർ മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ച ഒരു സാധാരണ സംഭവം പോലെയാണ് കണ്ടിരുന്നത്. അല്പസമയത്തിനു ശേഷം പുകവലിക്കാനായി സാം പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഭ്രാന്തനെ പോലെയുള്ളയാൾ സാമിനെ ശല്യം ചെയ്യുകയാണ്. ഭീതിയോടെ സാം പബ്ബിനകത്തേക്ക് ഓടിക്കയറി. ജിം ഭ്രാന്തനെ സാമിൻ്റെ പക്കൽ നിന്നും അകറ്റി. വിഷമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജിം സാമിനെ ആശ്വസിപ്പിച്ചു. അവനൊരു പാവമാണെന്നും ആരെയും ഒന്നും ചെയ്യില്ലെന്നും ജിം അവരോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡേറ്റും ടിമ്മും തർക്കത്തിലേർപ്പെട്ടിരുന്നു. കേറ്റ് ഇരുവരെയും ശാന്തരാക്കി. പിന്നീട് ജെഫ് സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് അവർക്ക് ധരിക്കാനായി യൂണിഫോമുകൾ നൽകി. പിന്നീട് സംഘം നടന്ന് അവിടെ ഉണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഏവരും 2 പേരുള്ള ഗ്രൂപ്പുകളായി തിരിയണമെന്ന് കേറ്റും ജെഫും അവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ഓരോ ടീമും അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഓരോ ബോഗികളിലേക്കായി കയറി. പുറത്തിരുന്നിരുന്ന കേറ്റ് പിന്നീട് എന്തോ ഒരു ഞെരുക്കം ബോഗിക്കുള്ളിൽ നിന്നും കേൾക്കാനിടയായി. അത് പരിശോധിക്കാനായി കേറ്റ് ശബ്ദം കേട്ടിരുന്ന ബോഗിക്കുള്ളിലേക്ക് കയറി. അകത്തേക്ക് പ്രവേശിച്ചവൾ അതിനുള്ളിൽ അപരിചിതനായ ഒരു മനുഷ്യനെ കാണാനിടയായി. കേറ്റ് അങ്ങോട്ടേക്ക് വന്നതും ആ മനുഷ്യൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടിയിരുന്നു. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് വൃത്തിഹീനമായ മാസികകൾ വായിക്കുകയായിരുന്നുവെന്ന് പിന്നീടുള്ള പരിശോധനയിൽ കേറ്റിന് മനസ്സിലായി.
ആ മാസികയിൽ നഗ്നരായ സ്ത്രീകളുടെ ഫോട്ടോകളുണ്ടായിരുന്നു. അവരുടെ തലയ്ക്ക് പകരം മൃഗങ്ങളുടെ തല ഒട്ടിച്ചു വെച്ച നിലയിലാണ്. പൊടുന്നനെ ഒരു ജീവി കേറ്റിൻ്റെ ദേഹത്തേക്ക് ചാടുകയും അവൾ ഭയന്നു പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് അവിടെ അടുത്തായി ഉണ്ടായിരുന്ന ഒരു കോട്ടേജ് സാമിൻ്റെയും ടിമ്മിൻ്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അവരിരുവരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. അവിടെ ഒരാടിനെ ജീവനോടെ ചുട്ടരിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാനായി സാധിച്ചത്. അതിനാൽ തന്നെ അവർ തൊട്ടടുത്തായി കെട്ടിയിട്ടിരുന്ന മറ്റൊരാടിനെ അഴിച്ചുവിടുകയാണ്. പക്ഷേ ആ ആടിനെ ഒരു വാഹനം ഇടിക്കുകയും അത് തൽക്ഷണം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ആ വാഹനം നിർത്തിയതോടെ ടിമ്മും സാമും അവിടെ നിന്നും തിരിഞ്ഞോടി. എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന വിരൂപരായ മനുഷ്യർ അവരെ പിന്തുടരുകയും പിടികൂടുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കേറ്റ് കണ്ടിരുന്നു. അവർ ഇരുവരെയും പ്രകൃതിവിരുദ്ധമായി ഉപദ്രവിക്കാനായി ശ്രമിക്കുകയാണ്. ബുദ്ധിമാന്ദ്യമുണ്ടായിരുന്ന വിരൂപരായ മനുഷ്യർ 1970-കൾ തൊട്ട് ഈ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്നു. ഈ ഒരു സമയത്ത് ഇരുവരെയും രക്ഷിക്കാനായി കേറ്റും ജെഫും അങ്ങോട്ടേക്കെത്തി. അവരെ വിരട്ടി ഓടിക്കുന്നതിനിടെ കാല് വഴുതി വീണ് ഒരു ലോഹ ഷീറ്റിൽ തട്ടി ജെഫിൻ്റെ കാല് മുറിയാനിടയായി. ജെഫിൻ്റെ കാലിൽ നിന്നും രക്തം ധാരയായി ഒഴുകാൻ ആരംഭിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് ക്രൂരന്മാരായ ആ മനുഷ്യർ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേറ്റ മനുഷ്യരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. ശേഷം അവരും ചേർന്ന് സഹായം അപേക്ഷിച്ച് ജിമ്മിൻ്റെ പബ്ബിലേക്ക് ചെന്നു. ജിമ്മിൻ്റെ നിർദ്ദേശപ്രകാരം ജെഫിനെ പബ്ബിലെ അടുക്കളയിൽ കിടത്തി. എന്നാൽ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പൊടുന്നനെ ജെഫിൻ്റെ തല അറുത്തുമാറ്റി. ശേഷം ബാക്കിയുണ്ടായിരുന്ന 5 പേരെയും അവിടെ ഉണ്ടായിരുന്ന നിലവറയിൽ പൂട്ടിയിട്ടു. പിന്നീട് പബ്ബിലേക്കെത്തിയ വിരൂപരായ മനുഷ്യരിൽ ഒരാളെ നിങ്ങളെന്താണ് ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് ജിമ്മ് മർദ്ദിച്ചു. അയാൾ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതോടെ ജിമ്മ് ശാന്തനായി. ഈ ഒരു സമയത്ത് നിലവറയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് സാമും കൂട്ടരും ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന സബ് സാമിൻ്റെ പക്കലുണ്ടായിരുന്ന സ്ലേഡ് ഉപയോഗിച്ച് നിലവറയുടെ പൂട്ട് തുറക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനു ശേഷം ജിമ്മും കൂട്ടരും വീണ്ടും അവിടേക്കെത്തി. അവർ കേറ്റിനെ മർദ്ദിക്കുകയും തടയാൻ ചെന്ന സെബിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പിന്നീട് അവർ സെബിനെ നിലത്ത് കിടത്തുകയും അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താവട്ടെ ജിമ്മ് ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാനെന്ന വണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജിമ്മ് ഒരു കോമാളിയുടെ വേഷത്തിൽ സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. അവിടെ അവനെ കാത്ത് വിരൂപരായ ഒട്ടനവധി പ്രേക്ഷകരുണ്ടായിരുന്നു. പിന്നീട് ജിമ്മിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ബന്ദിയാക്കി വെച്ചിരുന്ന സെബിൻ്റെ വായിലും മൂക്കിലും പച്ചക്കറികൾ തിരികെ കയറ്റി. ഈ ഒരു മൃഗീയമായ കാഴ്ച കണ്ട് അവിടെയുണ്ടായിരുന്ന കാണികൾ അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം അവർ ഒരു കുതിരയെ സെബിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ കുതിര പച്ചക്കറികൾ കഴിക്കാനായി സെബിൻ്റെ പക്കലേക്ക് എത്തുകയും അവൻ്റെ തല തകർത്തു കളയുകയുമാണ്. ഭയാനകമായ ഈ ഒരു പ്രവൃത്തിക്ക് ശേഷവും ഷോ തുടരുമെന്ന് ജിം കാണികളോട് പറയുകയാണ്. ഇനിയും കൂടുതൽ ആളുകളെ പേടിപ്പിക്കണമെന്ന് ജിം ആവശ്യപ്പെട്ടു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് നിലവറയുടെ പൂട്ട് തുറന്ന് സാമനും കൂട്ടർക്കും പുറത്തു കടക്കുവാനായി സാധിച്ചിരുന്നു. നിർഭാഗ്യവശാൽ രക്ഷപ്പെടുന്നതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഡേറ്റിനെ ജിമ്മിൻ്റെ ആളുകൾ പിടികൂടി. അടുത്ത പ്രോഗ്രാമിൽ പീഡിപ്പിക്കാനായി ഡേറ്റിനെ ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ അടുത്ത ഷോയ്ക്കായി ഡേറ്റിൻ്റെ തലയിൽ ഒരു വിഗ് ധരിപ്പിച്ചു. ശേഷം അവർ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഡേറ്റിനെയും ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. ഇതേസമയം കേറ്റ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ അവരുടെ വാഹനത്തിനരികിലേക്ക് എത്തിയിരുന്നു. ഈ ഒരു സമയത്താണ് വാഹനത്തിൻ്റെ താക്കോൽ തങ്ങളുടെ പക്കലില്ല എന്നുള്ള വസ്തുത അവർ വേദനയോടെ തിരിച്ചറിയുന്നത്. അതോടെ ടിമ്മ് വാഹനത്തിൻ്റെ ഗ്ലാസ് തകർത്ത് അതിനകത്തേക്ക് പ്രവേശിക്കുകയും വയറുകൾ ഷോർട്ട് ചെയ്ത് എൻജിൻ സ്റ്റാർട്ടാക്കുകയും ചെയ്തു. വാഹനവുമായി അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് വിരൂപനായൊരു മനുഷ്യൻ അതിനു മുൻപിലേക്ക് ചാടി വീണു. അയാൾ വാഹനത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് തുരതുര നിറയൊഴിക്കാൻ ആരംഭിച്ചു. ഇതേസമയം ജിമ്മും കൂട്ടരും ഡേറ്റിൻ്റെ വായിലേക്ക് സെപ്റ്റിക് ടാങ്ക് മാലിന്യം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വയറ് പൊട്ടിത്തെറിച്ച് ഡേറ്റും അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതേ നേരം തങ്ങളുടെ വാഹനത്തിലേക്ക് നിറയൊഴിച്ചിരുന്ന മനുഷ്യനു നേരെ കേറ്റ് തൻ്റെ വാഹനം ഓടിച്ചു കയറ്റി. അങ്ങനെ ആ ഒരു മനുഷ്യൻ ചതഞ്ഞെറിഞ്ഞ് കൊല്ലപ്പെട്ടു. കേറ്റ് അയാളുടെ മൃതശരീരത്തിനരികിലേക്ക് ചെന്ന്
അയാളുടെ പക്കലുണ്ടായിരുന്ന തോക്ക് കൈവശപ്പെടുത്തി. അയാളുടെ ദേഹത്തിടിച്ചതോടെ അവരുടെ വാഹനം ചെളിയിൽ പൂഴ്ന്നു പോയിരുന്നു. അതോടെ അവർ 3 പേരും ചേർന്ന് വാഹനം തള്ളി സ്റ്റാർട്ടാക്കി. ഒരു സമയത്തിനുള്ളിൽ തന്നെ മൂവരും രക്ഷപ്പെട്ടിരുന്ന വിവരം ജിമ്മ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അവരേവരും ആയുധങ്ങളുമായി മൂവർക്കും വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. ഈ ഒരു സമയത്ത് കേറ്റിൻ്റെ വാഹനം തങ്ങൾക്കു നേരെ പാഞ്ഞു വരുന്ന കാഴ്ച ജിമ്മും കൂട്ടരും കാണുകയാണ്. ആ ഒരു വാഹനം ജിമ്മിനും കൂട്ടർക്കും നേരെ ഇടിച്ചു കയറുകയും കുറച്ചുപേർ കൊല്ലപ്പെടുകയും ചെയ്തു. വാഹനം ഇടിച്ചു നിന്നതോടെ അവർ അതിൻ്റെ ഉൾവശം പരിശോധിച്ചു. അതിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മരക്കമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കേറ്റും കൂട്ടരും ആ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇവിടെ നിറയെ കെണികൾ ഒരുക്കിയിട്ടുള്ളതിനാൽ അവർ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ജിമ്മ് തൻ്റെ സംഘാംഗങ്ങളോട് പറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും കേറ്റിനും കൂട്ടർക്കും ആ പട്ടണത്തിൽ നിന്നും പുറത്തു കടക്കുവാനായി സാധിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും തിരികെ ചെന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളും മാപ്പും തിരിച്ചെടുക്കണമെന്ന് കേറ്റ് സാമിനോടും ടിമ്മിനോടും പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും തിരികെ കോട്ടേജിലേക്ക് ഓടുകയാണ്. ഏറെ നേരം അന്വേഷിച്ചെങ്കിലും ജിമ്മ് പിടിച്ചു വെച്ചിരുന്ന മൊബൈൽ ഫോണുകൾ അവർക്ക് കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. അന്വേഷണത്തിനൊടുവിൽ കേറ്റിനെ മാപ്പ് കണ്ടുകിട്ടിയിരുന്നു. പിന്നീട് കേറ്റ് അവിടെ നിന്നും തിരിച്ചു പോകാനായി വാതിൽ തുറന്നു. എന്നാൽ ഈ ഒരു സമയത്ത് പുറത്ത് ജിമ്മും കൂട്ടരും കാത്തുനിന്നിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട കേറ്റ് തുടക്കത്തിൽ വാതിലടയ്ക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജിമ്മിൻ്റെ തോക്കിൽ നിന്നും കേറ്റിൻ്റെ കൈക്ക് വെടിയേറ്റിരുന്നു. പിന്നീട് ജിമ്മ് വീടിനകത്തേക്ക് കയറി പരിശോധിക്കാനായി തൻ്റെ അനുയായികളോട് പറഞ്ഞു. വാതിൽ തുറന്നു നോക്കിയ ജിമ്മിൻ്റെ ആളുകൾ കണ്ടത് പരുക്കുകളോടെ അവിടെ ഇരുന്നിരുന്ന കേറ്റിനെയാണ്. ഉടൻ തന്നെ ടിമ്മ് വിരൂപനായ മനുഷ്യനെ ആക്രമിക്കുകയും അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ടിമ്മ് വാതിലിൻ്റെ വിടവിലൂടെ ആ മനുഷ്യനെ നേരെ തോക്കു ചൂണ്ടി. പേടിച്ചരണ്ട ആ മനുഷ്യൻ ജിമ്മിനോട് സഹായം അഭ്യർത്ഥിച്ചു. അയാളെ പരിഹസിച്ചുകൊണ്ട് ജിമ്മ് ആ മനുഷ്യനെ സഹായിക്കാനായി മുന്നോട്ടേക്ക് നീങ്ങി. ഈ ഒരു സമയത്താണ് ജിമ്മ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന സാമിനെ കാണുന്നത്. അതോടെ ജിമ്മ് ആ ജനലിലേക്ക് നിറയൊഴിച്ചു. അതോടെ കുപ്പിച്ചില്ലകൾ മുഖത്തേക്ക് തുളച്ചു കയറി സാമിനെ പരിക്കേറ്റിരുന്നു. സാമിനെ വെടിവെച്ചു കൊല്ലാനുള്ള ശ്രമത്തിനിടെ ലക്ഷ്യം തെറ്റി ജിമ്മിൻ്റെ തന്നെ ഒരു അനുയായി കൊല്ലപ്പെട്ടിരുന്നു. ചെറുപ്പക്കാരായ ടിമ്മിനെയും സാമിനെയും രക്ഷപ്പെടുത്താനായി കേറ്റ് സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് ജിമ്മിൻ്റെയും കൂട്ടരുടെയും ശ്രദ്ധ തിരിക്കാനായി പുറത്തേക്കോടി. ശേഷം അവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനായി അവരെ പരിഹസിക്കാൻ ആരംഭിച്ചു. നിർഭാഗ്യവശാൽ ഓടി മാറുന്നതിനിടെ കേറ്റ് അവിടെ ഉണ്ടായിരുന്നൊരു ബിയർ ട്രാപ്പിൽ കുടുങ്ങാനിടയായി. കേറ്റ് വേദനയാൽ പുളഞ്ഞു. ഈ ഒരു കാഴ്ച കണ്ട ജിമ്മ് ചെയിൻസോ ഉപയോഗിച്ച് അവളുടെ കാൽ മുറിച്ചു മാറ്റാനായി തൻ്റെ അനുയായിയെ അയച്ചു. ആ മനുഷ്യൻ കെണിയിൽ കുടുങ്ങിയിരുന്ന കേറ്റിൻ്റെ കാൽ മുറിച്ചു നീക്കി. അതോടെ അവൾ ഇഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന ടിമ്മും സാമും വീടിനകത്തു നിന്നും ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ടിരുന്നു. ഈ ഒരു സമയത്താണ് അവർ കേറ്റ് വാഹനമിടിച്ച് കൊലപ്പെടുത്തിയിരുന്ന അവരുടെ കൂട്ടാളിയുടെ മൃതശരീരം കാണുന്നത്. അത് കണ്ട് അവൻ തൻ്റെ മകനായിരുന്നുവെന്ന് ജിമ്മ് വേദനയോടെ വെളിപ്പെടുത്തുകയാണ്. ദേഷ്യത്തോടെ ജിമ്മ് പിന്നീട് കേറ്റിനെ വെടിവെച്ച് കൊന്നിരുന്നു. ഇതേസമയം ടിമ്മ് അവർ ഒളിച്ചിരുന്നിരുന്ന വീടിൻ്റെ നിലവറയിൽ നിരവധി മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു. ടിമ്മ് അതെല്ലാം നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയും രക്ഷപ്പെടാനുള്ള തൻ്റെ പ്ലാൻ സാമിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ജിമ്മും കൂട്ടരും തൊന്നി അന്വേഷിച്ച് അകത്തേക്ക് വരുമ്പോൾ അവിടെ തീയിട്ട് അവരെയെല്ലാം ചുട്ടു കൊലപ്പെടുത്താനായിരുന്നു ടിമ്മിൻ്റെ ഉദ്ദേശം. ഇതേസമയം ജിമ്മും കൂട്ടാളികളും അകത്തേക്ക് കയറുവാനായി തയ്യാറെടുക്കുകയായിരുന്നു. ടിമ്മ് കീഴടങ്ങാനുള്ള സന്നദ്ധത ജിമ്മിനെ അറിയിച്ചു. അത് തെളിയിക്കാനായി ജിമ്മ് ടിമ്മിനോട് ആവശ്യപ്പെട്ടു. അതോടെ ടിമ്മ് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന തോക്ക് വാതിലിലൂടെ പുറത്തേക്കിട്ടു. അങ്ങനെ ജിമ്മും കൂട്ടാളികളും ആ ഒരു വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ടിമ്മ് അവരെയും ബേസ്മെൻറ്റിലേക്ക് ആകർഷിച്ചു. അവർ ബേസ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് സാമിനെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ടിമ്മ് അപ്രകാരം ചെയ്തിരുന്നത്. ഏവരും ബേസ്മെൻറ്റിലേക്ക് പോയ തക്കത്തിന് സാം അവിടെ നിന്നും പുറത്തേക്ക് ഓടുകയാണ്. ആയുധം താഴെ വയ്ക്കണമെന്നും അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ചുട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ടിമ്മ് ജിമ്മിനെയും കൂട്ടരെയും ഭീഷണിപ്പെടുത്തി. പിന്നീട് ടിമ്മ് അവരെയും കൊലപ്പെടുത്താനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ തീ കൊളുത്താനായി ശ്രമിക്കുകയാണ്. പക്ഷേ അത് കത്തിയില്ല.
അത് വീര്യം കുറഞ്ഞ മദ്യമാണെന്നും അതിനാൽ തന്നെ അത് കത്തില്ലെന്നും ജിം ടിമ്മിനോട് പറഞ്ഞു. ഉടൻ തന്നെ ജിമ്മിൻ്റെ കൂട്ടാളികളേവരും ചേർന്ന് ടിമ്മിനെയും അതിമൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് പുറത്തേക്കിറങ്ങിയ ജിമ്മും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന സാമിനെ കണ്ടിരുന്നു. അവൾ ഉടൻ തന്നെ മരിക്കുമെന്ന് ജിമ്മും കൂട്ടരും വാദിച്ചു. രക്ഷപ്പെട്ടോടുന്നതിനിടെ നിർഭാഗ്യവശാൽ സാം ഒരു മൈനിൽ ചവിട്ടാനിടയായി. അവൾ അനങ്ങാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു സമയത്തൊരു ജീവി അവളുടെ കാലിലൂടെ പാൻറ്റിനകത്തേക്കു കയറി. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ സാം കാല് വലിക്കുകയും അങ്ങനെ അവൾ മൈൻ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. സാമിൻ്റെ മരണശേഷം ജിമ്മും കൂട്ടരും പബ്ബിലേക്ക് മടങ്ങി. അവിടേക്കെത്തുന്ന സന്ദർശകരെയെല്ലാം കൊലപ്പെടുത്തുന്നത് ജിമ്മിൻ്റെയും കൂട്ടരുടെയും പതിവ് വിനോദമായിരുന്നു. ഏവരെയും കൊലപ്പെടുത്തിയ സന്തോഷത്തിൽ അവർ പാട്ടുപാടി നടന്നു നീങ്ങുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.